ഇപ്പോൾ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിന ചടങ്ങ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ എംബാരസിംഗ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ എന്ന് പറയാം. കോൺഗ്രസ് ദേശീയ ഗീതം പാടാറുണ്ട് എല്ലാ കാലത്തും. പക്ഷെ അതിന്റെ രണ്ട് ഖണ്ഡങ്ങളാണ് 1937 AICC അംഗീകരിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് പാടി വരുന്നത് വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ രണ്ട് ഖണ്ഡങ്ങളാണ്. ഇത്തവണ വന്ദേ മാതരം മുഴുവനായി ആലപിക്കുന്നു. രണ്ട് ഖണ്ഡങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അസ്വസ്ഥരാകുന്നു, പരസ്പരം നോക്കുന്നു, നിർത്താൻ ആവശ്യപ്പെടുന്നു. ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന് സംഭവിക്കുന്ന വലിയ ഒരു പബ്ലിക് റിലേഷൻ അബദ്ധമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ പതാക ഉയർത്തുകയാണ്. ദേശീയ പതാക AICC ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തി കോൺഗ്രസ് നേതാക്കൾ പതാകയെ സല്യൂട്ട് ചെയ്യുകയാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുമ്പോൾ വന്ദേ മാതരം പാടുന്നതിൽ അത്ഭുതമൊന്നുമില്ല. വന്ദേ മാതരം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഗാനമാണ്. ദേശീയ ഗീതമായി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതുമാണ്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, പക്ഷെ ആദ്യത്തെ രണ്ട് ഖണ്ഡങ്ങളാണ് കോൺഗ്രസ് 1937 AICC അംഗീകരിക്കുകയും തുടർന്ന് ഇങ്ങോട്ട് ദേശീയ ഗീതമായി അംഗീകരിക്കുകയൊക്കെ ചെയ്തത്. BJP സർക്കാർ ഈ സമീപകാലത്താണ് മുഴുവൻ ഖണ്ഡങ്ങളും പാടണം എന്ന ഒരു തീരുമാനത്തിലേക്ക്, എന്ന അഡ്വൈസറിയിലേക്ക് എത്തിയത്. കോൺഗ്രസ് അതിനെതിരായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് 1937 മുതൽ പിന്തുടരുന്ന പാരമ്പര്യം ഇപ്പോൾ മറികടക്കുന്നു, അല്ലെങ്കിൽ അത് മാറ്റുന്നു എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വന്ദേമാതരത്തിന്റെ രണ്ട് ഖണ്ഡങ്ങൾ കടന്ന് വീണ്ടും തുടർച്ചയായി അത് പാടുന്നത് കേൾക്കുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ അസ്വസ്ഥരാകുന്നു, സോണിയാഗാന്ധി അസ്വസ്ഥയാവുന്നു, പരസ്പരം നോക്കുന്നു, നിർത്താൻ ആംഗ്യം കാണിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കൗതുകമുണ്ടാക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്?
വന്ദേമാതരം ആലാപനം ഇപ്പോൾ എന്തായാലും AICC ആസ്ഥാനത്ത് നടന്നിരിക്കുകയാണ്. 2 ഖണ്ഡങ്ങൾ മാത്രം പാടേണ്ടിയിരുന്ന വന്ദേമാതരമാണ് AICC ആസ്ഥാനത്ത് മുഴുവനായി ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടിയായി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെ വിമർശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴെന്തായാലും ദേശീയ ഗാനത്തിനൊപ്പം തന്നെ അല്ലെങ്കിൽ ദേശീയ ഗീതത്തിനും അതേ പ്രാധാന്യം നൽകിക്കൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് അത് സംഭവിച്ചിരിക്കുന്നു. വന്ദേമാതരം മുഴുവനായി പാടിയിരിക്കുന്നു. ആദ്യത്തെ 2 സ്റ്റാൻസയ്ക്ക് ശേഷമുള്ള മറ്റു ഭാഗങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് വിരുദ്ധമാണ് എന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. വിവിധ മതവിഭാഗങ്ങൾ, വിവിധ ജാതി വിഭാഗങ്ങൾ ഉള്ള രാജ്യത്ത് ഇത്തരത്തിലൊരു ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടി മാത്രമുള്ള ഒരു പരിഗണനയായി മാറരുത് ദേശീയ ഗീതം എന്നതായിരുന്നു നിലപാട്. ആ നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ വെള്ളം ചേർത്തിരിക്കുന്നതെന്ന് തന്നെ വേണം പറയാൻ. കാരണം ദേശീയ ഗീതമായിരുന്നാലും ഇന്ത്യയിൽ 1937 മുതൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആ 2 സ്റ്റാൻസയ്ക്ക് അപ്പുറത്തേക്ക് അത് ചൊല്ലാനുള്ള ഒരു നീക്കം അത് RSSന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്തവണ എന്തായാലും കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് അത് സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരിക്കും ഇനി സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ദേശീയ ആസ്ഥാനത്ത് കാര്യമായ അറിവുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണല്ലോ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഒന്ന് ഷോക്ക്ഡ് ആയതുപോലെ തോന്നി. അവർ പരസ്പരം നോക്കുകയും മുഴുവൻ പാടണ്ട എന്ന് സോണിയാഗാന്ധി ആംഗ്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതായത് ഒരു ദേശീയ സ്വാതന്ത്ര്യ ദിന ആഘോഷം നടക്കുമ്പോൾ ക്യാമറകൾക്ക് മുമ്പിൽ ഇത്തരം രംഗങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നാണക്കേടാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? തീർച്ചയായിട്ടും. കാരണം ഇത്തരത്തിലൊരു ദേശീയ ഗീതം ആലപിക്കുന്നു എന്ന് അല്ലെങ്കിൽ ആലപിക്കും എന്നത് മാത്രമായിരുന്നു ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നത്. പക്ഷെ എത്രത്തോളം ആലപിക്കുന്നു, ഏതുവരെ ആലപിക്കുന്നു എന്നത് സംബന്ധിച്ച ഒരുപക്ഷെ നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ സംഘാടകരായിട്ടുള്ളത് സ്വാഭാവികമായും AICC ആസ്ഥാനമായതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇന്നത്തെ പരിപാടിയുടെ സംഘാടകർ. അവർക്ക് എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിലപാടിൽ മാറ്റമുണ്ടായത് എന്നതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അല്പസമയം മുൻപ് മാത്രമാണ് AICC ആസ്ഥാനത്ത് എത്തിയത്. അതിനു മുൻപ് തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. പക്ഷെ അത് പൂർത്തിയായി കഴിഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ മുഴുവൻ ഗീതവും ആലപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് സംബന്ധിച്ച് ഇനി കോൺഗ്രസ് പരിശോധിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും ദേശീയ ഗീതം രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത്. അഭിലാഷ്, കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വന്ദേമാതരത്തിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. അതേസമയം ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാലത്ത് തന്നെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ 1937 തന്നെ കോൺഗ്രസ് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങളാണ് ദേശീയ ഗീതമായി ഉൾക്കൊള്ളിച്ചത്. അതിനുശേഷം ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും ദേശീയ ഗീതം എന്ന പരിഗണന വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾക്കായിരുന്നു. എന്നാൽ മുഴുവൻ ആലപിക്കണം എന്ന തീരുമാനം, എന്ന അഡ്വൈസറി വന്നത് ഈ വർഷമാണ്, 2026 ആ അഡ്വൈസറി വന്ന വർഷം കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവനായി പാടുന്നു എന്ന കൗതുകം ഒന്നാമത്തേത്. മുഴുവനായി പാടാനുള്ള തീരുമാനം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അറിഞ്ഞിട്ടില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. അവർ രണ്ടുപേരും അവിശ്വസനീയതയോടെ പരസ്പരം നോക്കുകയും നിർത്താൻ ആംഗ്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇതാണ് ആ രംഗം. മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും എന്തായാലും അത് പ്രതീക്ഷിച്ചിട്ടില്ല. അത് വേണ്ട എന്ന് സോണിയാഗാന്ധി പറയുന്ന ആ ദൃശ്യമാണ് കാണുന്നത്. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും കൈ ചൂണ്ടി ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. എന്തായാലും കോൺഗ്രസ് ഇതുവരെ അനുവർത്തിച്ചിരുന്നത് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ, ആദ്യത്തെ 2 ഖണ്ഡങ്ങൾ പാടുക എന്ന സമീപനമായിരുന്നു. അത് ആദ്യമായി മാറുന്നു, ഒന്നാമത്തെ കാര്യം. അതിൽ നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നു, രണ്ടാമത്തെ കാര്യം. ഇതാണിപ്പോൾ AICC ആസ്ഥാനത്ത് ഡൽഹിയിൽ സംഭവിച്ചിട്ടുള്ളത്.